രാജ്യസഭയിൽ കത്തിക്കയറി തൃണമൂൽ എം പി സാഗരിക ഘോഷ്. പാരമ്പര്യേതര ഊർജവുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് സാഗരിക പൊട്ടിത്തെറിച്ചത്. കേന്ദ്ര സർക്കാർ കാഴ്ചപ്പാടുകൾ സാധാരണക്കാരിൽ നിന്നും എന്തുമാത്രം അകന്നു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സാഗരിക ഘോഷ്. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് സാഗരിക സംസാരിച്ചത്. സർക്കാരിൻ്റേത് നടക്കാത്ത സുന്ദരമായ സ്വപ്നമാണെന്നും യാഥാർത്ഥ്യം അതിന്റെ 7 അയലത്ത് വരില്ലെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. That is the 2021 climate conference in Glasgow. The Prime Minister said that India will produce capacity of 500 gigawatts of renewable energy capacity by 2030. What has the government done? The story of this government is missing targets, focusing only on big projects and not on small-scale decentralized renewables. And third, it is actually Bengal, which is the pioneer in renewable energy and which is creating small-scale renewables. കഴിഞ്ഞ 10 വർഷമായി സർക്കാർ സ്വപ്നങ്ങളുടെ സൗധം പണിയുകയാണ്. എന്നാൽ അത് സാമൂഹിക യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. പാരമ്പര്യേതര ഊർജ വകുപ്പും ആ പാത തന്നെയാണ് പിന്തുടരുന്നതെന്നാണ് സാഗരിക പറയുന്നത്. ഗോസ്കോ കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2023 ഇന്ത്യ 5000 വാട്ട്സ് റിന്യൂവബിൾ എനർജി നേടുമെന്ന്. എന്നാൽ സർക്കാർ ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടാണ് പോകുന്നത്. വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ഇക്കാര്യം. പാരമ്പര്യേതര ഊർജത്തിന്റെ കാര്യത്തിൽ ചെറുകിട മേഖലയിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന ബംഗാളിനെ പൂർണ്ണമായും സർക്കാർ അവഗണിച്ചെന്നും സാഗരിക പറഞ്ഞു. മനു ഭാക്കർ ലക്ഷ്യത്തിലേക്ക് ഷൂട്ട് ചെയ്ത് ഒളിമ്പിക്സ് നേടി. എന്നാൽ ഈ സർക്കാരോ തുടർച്ചയായി അവരുടെ ലക്ഷ്യം മിസ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് സാഗരിക വ്യക്തമാക്കി. So unlike Manu Bhaker, who is hitting the target in the Olympics, this government is continually missing targets. 2022 സോളാറിൽ നിന്ന് 100 കിലോ വാട്ട്സും കാറ്റിൽ നിന്ന് 60 കിലോ വാട്ട്സും വൈദ്യുതിയാണ് ഇന്ത്യ നേടിയത്. എന്നാൽ 2023 ആയപ്പോൾ സോളാറിൽ നിന്നും 83.6 കിലോ വാട്ട്സും കാറ്റിൽ നിന്നും 45.8 കിലോ വാട്ട്സും വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയാലും 2023-24 കാലഘട്ടത്തിൽ 6.9% സോളാർ വിഹിതം, കാറ്റിൽ നിന്നും 4.71%, എല്ലാ പാരമ്പര്യേതര ഊർജോൽപാദന മേഖലയിൽ നിന്നുമുള്ള ആകെ ഉൽപാദനം 13% മാത്രമാണ്. എന്നാൽ 2023 പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പാരമ്പര്യേതര ഊർജോൽപാദനം 32 നിന്നും 43% ഉയർത്തുമെന്നായിരുന്നു. എന്നാൽ ഇത് 30% പോലും എത്തിക്കാൻ സാധിച്ചില്ല. ഇവിടെയാണ് സാഗരിക ഘോഷ് രാജ്യസഭയിൽ പറഞ്ഞ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുന്നത്. I want to say, sir, it is the Bengal government which is actually walking the talk on small-scale renewable energy and small-scale renewables. The government is talking about sapna and dreams. It is the Bengal government which is working on hakikat or reality on new and renewable energy. Thank you. 2006 മൻമോഹൻ സിംഗിന്റെ കാലത്തെ പദ്ധതികൾ പോലും ഇന്നത്തെ സർക്കാരിന് 10 വർഷക്കാലം കൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം മനസ്സിലാക്കാതെയാണ് സർക്കാർ പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നത്. സാഹചര്യങ്ങൾ മനസ്സിലാക്കിയല്ല സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും കർഷകരെ ഒഴിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടവയാണ്. ബംഗാൾ സർക്കാർ ചെറുകിട മേഖലയുടെ പാരമ്പര്യേതര ഊർജോൽപാദനം നടത്തുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്നാണ് സാഗരിക ഘോഷ് രാജ്യസഭയിൽ പറഞ്ഞത്.